രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി അകത്തേക്കുള്ള വഴിയായിരിക്കുമോ അമ്മയ്ക്കും മകനും ഉണ്ടാവുക? ഈ നെഹ്റു കുടുംബം അല്ലെങ്കിൽ ഗാന്ധി കുടുംബം എന്ന് ഇപ്പോഴത്തെ ഗാന്ധി കുടുംബം, പഴയ നെഹ്റു കുടുംബം എന്ന് പറയുന്നത് ചരിത്രത്തിലെ പല അധ്യായങ്ങളിലും ഇടം പിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ നിയമത്തിൻ്റെ ചരിത്രത്തിൽ എങ്ങനെ ശാസ്ത്രീയമായിട്ട് തട്ടിപ്പ് നടത്താം എന്ന്, വളരെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ തട്ടിപ്പ് നടത്താമെന്ന് കണ്ടുപിടിച്ച ഒരു രീതി നോക്കുകയാണെങ്കിൽ ഈ നാഷണൽ ഹെറാൾഡ് കേസ് ആ തരത്തിലുള്ളൊരു കേസായിട്ട് മാറും. ചിലർക്കൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ നിയമ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകം എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഈ കേസ് കോർപ്പറേറ്റ് ടേക്ക് ഓവറിൻ്റെ അതിൽ ഫ്രോഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന് EDക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് ED ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ കേസ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡൽഹി പോലീസ് കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ളതാണ്, ഡൽഹി ഗവൺമെൻറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം ED ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ അവിടുത്തെ ആ കൺസേൺഡ് പോലീസ് ബാധ്യസ്ഥമാണ്. അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ് ചെയ്തത്. ED കേസുകളിൽ പലപ്പോഴും ഉള്ള കുരുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അനധികൃതമായിട്ട് പൈസ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ ബാങ്ക് റെക്കോർഡ്സാണ് നോക്കുന്നത്. ബാങ്ക് റെക്കോർഡ്സിനകത്ത് അനധികൃതമായിട്ട് പൈസ വന്നിട്ടുണ്ട്. ഈ പൈസ എവിടുന്ന് വന്നു എന്ന് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അത് നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് ഇൻകം ടാക്സുകാർ നോക്കിക്കോളൂ. ഇപ്പോൾ സോഴ്സ് എങ്ങനെയാണ് വന്നത്, എവിടെ നിന്നാണ് ഈ പൈസ വന്നത്? കാര്യം ഇതിപ്പം ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ള ഒരു സ്ഥാപനം നിസ്സാര തുകയ്ക്ക് കൊടുത്ത് കൈവശപ്പെടുത്തി എന്നുള്ളതാണ് ആ കേസ്. അപ്പം ഇത്രയും തുകയ്ക്ക് ഇത്രയും വലിയൊരു സ്ഥാപനം എന്തുകൊണ്ട് വാങ്ങിക്കാൻ തയ്യാറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവർക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നത്. അപ്പം ഈ കേസ് വന്നപ്പോൾ കേസ് ഒരു ചുക്കുമല്ല. ഈ കേസ് ഒരു ചുക്കുമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി നിലവിലുള്ള കേസുകൾ തന്നെ ഒരു കൂട്ടം ആൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു കേസും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഭവനഭേദനം നടത്തി ഒരാളെ കൊലപ്പെടുത്തി. അപ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ ആയുധ നിയമം ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പ്രത്യേകിച്ച് കേസൊന്നുമല്ല. കാര്യം എല്ലാ കേസിൻ്റെയും വിധി വരുമ്പോൾ അതിൻ്റെ കൂടെ വേണുഗോപാലിന്റെ വെല്ലുവിളിയാണ്. KC വേണുഗോപാലിന്റെ ആന്റിസിഡൻസ് ഒക്കെ നമുക്കറിയാം. കേസ് ഒരു ചുക്കുമല്ല. ഇനി നരേന്ദ്രമോദിയെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ്. ചോദിക്കട്ടെ, അവർ ചോദിക്കുമ്പോഴത്തേക്ക് ഉന്നയിച്ചോട്ടെ. പക്ഷേ യൂണിഫോം ഇട്ട പോലീസുകാർ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. മാത്രമല്ല ED ഒരു നിയമ നടപടിക്ക് എത്തുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യുന്നത് ഇവരുടെ അസറ്റ്സ് അങ്ങ് ഫ്രീസ് ചെയ്യാന്നുള്ളതാണ്. അസറ്റ്സും ബാങ്ക് അക്കൗണ്ടും അങ്ങ് ഫ്രീസ് ചെയ്യും. കാര്യം ഇപ്പം ഈ നാഷണൽ ഹെറാൾഡിൻ്റെ ആയിരക്കണക്കിന് കോടി രൂപയുടെ അസറ്റ് അങ്ങ് ഫ്രീസ് ചെയ്തേക്കാണ്. ഈ കേസ് തീരുമാനമായി കഴിഞ്ഞാൽ മാത്രമേ അത് ആ ഫ്രീസിങ് എടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ EDയെ അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തി ഞാനാണ്, അച്യുതാനന്ദൻ്റെ മകനെതിരായിട്ടുള്ള കേസിൽ. അപ്പോൾ EDക്കുള്ള പല്ല് എന്താണെന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ലായിരുന്നു കേരളത്തിൽ. EDയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളിൽ പൈസ വന്നിട്ടുണ്ട്, അത് ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ട്, എവിടെ നിന്ന് വന്നു, ആ സോഴ്സ് വെളിപ്പെടുത്തുക എന്നുള്ള ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് സോഴ്സ് വെളിപ്പെടുത്തുന്നവരയാൾക്ക് ജാമ്യം കിട്ടത്തില്ല. നിങ്ങൾക്ക് പൈസ വന്നിട്ടുണ്ട്, എവിടെ നിന്ന് വന്നു എന്ന് പറയുക, എന്നിട്ട് നിങ്ങൾ വയ്ക്കോ. ഇല്ല ഞാൻ പറയത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ കിടക്കാൻ പറയാം, അത്രേ ഉള്ളൂ. അപ്പം കോടതി ഇപ്പം ഇവർക്ക് EDയുടെ നിയമങ്ങൾ വെച്ചിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ അവർക്ക് സമയമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള തടസ്സമുള്ളത് കൊണ്ടല്ല, അവരെ വീണ്ടും അറസ്റ്റ് ചെയ്ത് അവർ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു താല്പര്യത്തിലായിരിക്കണം BJP ഇത്തരം കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് വെക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടേക്കുന്നത്. കാര്യം നേരത്തെ തന്നെ നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്താണ് ഇന്ദിരാഗാന്ധി രണ്ടാമത് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഷാ കമ്മീഷൻ്റെ റിപ്പോർട്ട് വെച്ചു, അത് വെച്ചിട്ട് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തു. അത് അവർക്ക് വലിയൊരു പോസിറ്റീവായിട്ട് മാറി. അപ്പോൾ അതേ രീതിയിൽ ഇവർക്കൊരു ഹൈപ്പ് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊരു അറസ്റ്റിലോട്ടും ജയിലിലോട്ടും ഒന്നും പോകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അധികം സമയം കണ്ടെത്താത്തത്. ഗവൺമെൻറ്റിൻ്റെ മുമ്പ് മറ്റൊരുപാട് പ്രയോറിറ്റീസ് ഉണ്ട്. അവർ നിയമപരമായിട്ട് കാര്യം ഇവർക്ക് ആദ്യം ഇപ്പം നമ്മളെ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് അറിയാം, ആദ്യമായിട്ട് ഈ ദേശാഭിമാനിയുടെ കെട്ടിടം, ദേശാഭിമാനിയുടെ പഴയ കെട്ടിടം, പ്രസിരിക്കുന്ന കെട്ടിടം വാങ്ങിച്ചത് ചാക്ക് രാധാകൃഷ്ണനാണ്. അപ്പം ED അതിനകത്ത് ഇടപെട്ടു, ആ കെട്ടിടം ജപ്തി ചെയ്തു. ആ കെട്ടിടം ഇപ്പോൾ വിൽപ്പനയും നടന്നു. അപ്പം ആ ഒരു കെട്ടിടം അവർ സീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ വന്നത് ക്ലിയർ ആവാതെ ഈ പ്രോപ്പർട്ടി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ഒരു കോടതിയും പറയത്തില്ല ആ ജപ്തി ലിഫ്റ്റ് ചെയ്യാൻ പറയത്തില്ല, ആ സീസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യാൻ ഒരു കോടതിയും പറയത്തില്ല. കോടതി കേസ് തീർത്ത് ചിലപ്പോൾ നമ്മൾ പിന്നെ ക്രിമിനൽ നടപടി ക്രമങ്ങളിൽ നിന്ന് ഈ വ്യക്തി രക്ഷപ്പെട്ടു പോകുമായിരിക്കാം. നമ്മൾ പലരെയും പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്, ഈ ED പിടിച്ച കേസുകളിൽ 5% ശിക്ഷിച്ചിട്ടുള്ളൂ.
ED എന്ന് പറയുന്നത് ആൾക്കാരെ ജയിലിൽ അടയ്ക്കാനുള്ള ഒരു ഏജൻസി അല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നത് കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ ആ പണം സീസ് ചെയ്യുക, അത് ഫ്രീസ് ചെയ്യുക, അത് ഗവൺമെന്റിലോട്ട് കണ്ടുകിട്ടുക എന്നുള്ളതാണ്. ഇവരൊന്നും പറയുന്നില്ല ഈ ED എത്ര ആയിരം കോടി രൂപയാണ് ഗവൺമെന്റിലോട്ട് കഴിഞ്ഞ 10-30 വർഷമായിട്ട് കണ്ടുകെട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അതിൻ്റെ കണക്കാരും പറയുന്നില്ല. അവർ പറയുന്ന ED കേസുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല. ED കേസുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് EDയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. അനധികൃതമായിട്ട് വന്ന പൈസ എവിടുന്ന് വന്നു എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഇവർക്ക് പിടിച്ചെടുക്കാമോ ഈ പണം? സീസ് ചെയ്യും. പണം വന്നിട്ടുണ്ടെങ്കിൽ സീസ് ചെയ്യാം. അല്ല, പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിടാം. ഇത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നടപടി ഒരു കോടതിയും കൊള്ളുന്നില്ല. കാര്യം ED ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ഈ ഒരു കാര്യം മാത്രം നോക്കാൻ വേണ്ടിയിട്ട് മണി ലോണ്ടറിങ് മാത്രം, കള്ളപ്പണം വെളുപ്പിക്കലും മണി ലോണ്ടറിങ്ങും മാത്രം അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ്. അവർക്ക് മറ്റു കുറ്റകൃത്യങ്ങൾക്ക് താല്പര്യമില്ല. അപ്പം മറ്റേതെങ്കിലും കേസുകൾ വന്നുപെടുമ്പോൾ അതിനകത്ത് വന്ന പൈസ എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ കേസിൽ ഇത്രയും പൈസ അവിടെ വന്നിട്ടുണ്ട്. അവിടെ കോടതി ED അതിൻ്റെ FIRന്റെ കോപ്പി ചോദിക്കുന്നുണ്ട്. അപ്പം FIRന്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ FIR മാത്രമല്ല, FIRന്റെ കോപ്പി നമുക്ക് പബ്ലിക് ഡൊമൈനിൽ നിന്ന് കിട്ടും. ഇവർ സമർപ്പിച്ച മറ്റ് ഡോക്യുമെന്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്യുമെന്റ് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ആ ഡോക്യുമെന്റ് സീസ് ചെയ്യും. അതിൽ ഉൾപ്പെട്ട പൈസ അവർക്ക് കാണുകയാണെങ്കിൽ അത് സീസ് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. സീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോടതി അതിനകത്ത് ഇടപെടാനുള്ള സാധ്യതയില്ല. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അത് BJPയുടെയും മോദിയുടെയും പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഫലമായാണ് ഇത്തരം കേസുകൾ. ഇത് ഞാൻ പറഞ്ഞില്ലേ, മറ്റ് അന്വേഷണ ഏജൻസികളെക്കാളും ED ഒരു സിവിൽ നാച്ചറുള്ള അന്വേഷണ ഏജൻസിയാണ്. സിവിൽ നാച്ചറാണ് അവരുടെ അന്വേഷണം. ഇതിൽ രാഷ്ട്രീയമില്ലെന്നാണോ വിശ്വസിക്കുന്നത്? ഇല്ല, സിവിൽ നാച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളിൽ ഒരു വസ്തു വന്നിട്ടുണ്ട്, അത് എവിടെ നിന്ന് വന്നു എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ അവരുടെ ജോലി. അതായത് ഇപ്പോൾ 5000 കോടി വിലയുള്ള ഒരു കമ്പനി 100 കോടിക്ക് നിങ്ങൾ വാങ്ങിച്ചെങ്കിൽ എന്തുകൊണ്ട് വാങ്ങിച്ചു? എന്തുകൊണ്ട് 5000 കോടി വിലയുള്ള സാധനം 100 കോടിക്ക് വിറ്റു എന്ന് വിറ്റവർ സമാനം പറയണം. വാങ്ങിച്ചവരല്ല സമാനം പറയണം, വിറ്റവർ സമാനം പറയണം. 5000 കോടി വിലയുള്ള ഒരു സാധനം നിങ്ങൾ എന്തുകൊണ്ട് 100 കോടി രൂപയ്ക്ക് വിറ്റു? ഇതാണ് അവിടെയുള്ള ക്വസ്റ്റ്യൻ ഓഫ് ലോ. ഈ രാജ്യത്തിന്റെ മുഴുവൻ ദേശസ്നേഹത്തിന്റെയും കച്ചവടക്കാർ അത് മുഴുവൻ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് നെഹ്റു കുടുംബത്തിന്റെ ധാരണ. പക്ഷെ ഇവരുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ അങ്ങനെ ഉള്ളതല്ലല്ലോ. അല്ല, നമ്മൾ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഇവരുടെ പ്രവർത്തികളുടെ ദുർഗന്ധം മാറ്റണമെങ്കിൽ അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് പോലും തീരത്തില്ല. അത്രയും നമുക്ക് നെഹ്റു കുടുംബത്തെ പറ്റിയും ഗാന്ധി കുടുംബത്തെ പറ്റിയും നമുക്ക് പബ്ലിക് ഡൊമൈനിൽ പറയാനുണ്ട്. ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന നാറ്റം നമ്മുടെ മുക്കിലും അടിക്കുമല്ലോ. അതുകൊണ്ട് ഇതിനെപ്പറ്റി നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. പറയേണ്ടത് കോടതി പറയും, അവർ കേൾക്കും. അല്ലാതെ വേണുഗോപാൽ പറയുന്നത് കേട്ടിട്ട് ഇവിടെ ചാടാനൊന്നും അമിത്ഷായി പോകുന്നില്ല. പിന്നെ ഇതൊന്നും അമിത്ഷായുടെയും മോദിയുടെയും കുഴപ്പമില്ല. ഇതെല്ലാം ചെയ്യുന്നവരാണെന്ന് മനസ്സിലായിട്ട് എന്തുകൊണ്ട് ചില നേതാക്കൾ ഇവർക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നു? സ്വയം ആശയത്തിന്റെ പ്രശ്നം. അവർക്ക് മറ്റ് അവസരങ്ങളൊന്നും ഇല്ലല്ലോ. KC വേണുഗോപാലിനെ സംബന്ധിച്ചോളം വേറൊരു പാർട്ടി അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഇതിന്റെ കൂടെ നിന്ന് രാഹുൽ ഗാന്ധിയുടെ അവസാനം വരെ കാണുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ. ഇപ്പം നമ്മളെ ചന്തുവിന്റെ കാര്യം പറഞ്ഞ പോലെ, കൊണ്ടു നടന്നത് നീയേ ചന്തു, കൊണ്ട കൊടുത്തത് നീയേ എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയെ കൊണ്ടു നടന്നത് ഇങ്ങനെയാണ്, അവസാനം കൊണ്ട കൊടുത്തത് നീയാണെന്ന് പറയുന്നത് വരെ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. അത് അദ്ദേഹത്തിന്റെ ദൗത്യമാണ്. ആ ദൗത്യം അദ്ദേഹം സുദീർഘമായ രീതിയിൽ നിർവഹിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം. അല്ലാതെ ഇതിനകത്ത് ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള പോഷത്തരങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞങ്ങൾക്കൊരു ചുക്കുമില്ലായിരുന്നു. അതായത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഞാൻ അതിൻ്റെ നിയമപരമായിട്ട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കാണെന്ന് പറയാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ലല്ലോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ വക്കീലന്മാരിൽ ഒരാളാണ് ചിദംബരം പോലും BJPയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു അവസരത്തിൽ വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസ് ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മുങ്ങുന്ന കപ്പലിൻ്റെ അമരത്ത് അവസാനത്തെ കപ്പിത്താനായിട്ട് നിൽക്കാനാണ് KC വേണുഗോപാലിൻ്റെ താല്പര്യമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരാം.